അപ്പോൾ ഹലോ ഗൈസ്, ഇതെല്ലാം മെച്ചമായിരിക്കും ബണ്ണി ടിക്കീസിൻ്റെ മറ്റൊരു കിടക്കാച്ചി ഭാരതം എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇത് എപ്പിസോഡ് 2, രണ്ടാമത്തെ എപ്പിസോഡാണ്. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡ് എടുത്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കുറച്ച് അധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മൾ ലാസ്റ്റ് കണ്ട സമയത്ത് ഒരു ബേസൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് കേവിൽ നിന്നിട്ടാണ് എൻ്റെ ചെയ്തത്. ആൻഡ് അവിടുന്ന് എന്താ പറയുക, എൻഡിലൊക്കെ പോയി. ഞാൻ പോയിട്ടില്ല, ഹോബി പോയി. ഇത് എനിക്കൊരു എലൈറ്റർ കൊണ്ട് തന്നിട്ടുണ്ട്. ഇതെൻ്റെ അല്ല, അവൻ്റെ ആണ്. 3-4 എലൈറ്റർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എൻജോയ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ മോപ്പ് ഫാം ഇതേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ മുകളിൽ കയറുന്നിട്ട് ചങ്ക് ഏറ്റവും കുറച്ച് തരണം, പിന്നെ താഴെ ഇവിടെ ആരും നിൽക്കാനൊന്നും പാടില്ല. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. സർവൈവ് വേൾഡിലാണെങ്കിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും, പക്ഷേ സെർവറിലാണെങ്കിൽ കുറച്ച് അത്ര എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇത് ഇങ്ങനൊരു വഴി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വഴിയൊക്കെ ഇനി റെഡി ആക്കണം, ഒക്കെ റെഡിയാക്കും. ആൻഡ് ഇവിടുന്ന് ഈ വഴി ഇങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു എലവേറ്റർ, വാട്ടർ എലവേറ്റർ ഉണ്ട്. ആൻഡ് ഈ വാട്ടർ എലവേറ്റർ കയറിയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, നമ്മൾ മുകളിൽ പോയിട്ട് അവിടെയും വേറെ എലവേറ്റർ ഉണ്ട്, അതും കയറി പോകണം. ഇതിങ്ങനത്തെ ഒരു മലയാണ് ഗൈസ്. ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആൻഡ് എൻ്റെ എലവേറ്റർ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ എലവേറ്റർ യൂസ് ചെയ്ത് കാണിച്ചു തന്നു. ആൻഡ് ഇവിടെയാണ് നമ്മുടെ എൻചാൻറ്റിങ് സെക്ഷനും പിന്നെ എലവേറ്റർ മറ്റേ സാധനങ്ങളൊക്കെ ഉള്ളത്. ഈ ബെഡ് ഇവിടെ ആയിരിക്കുന്നല്ലേ അത്. ഓക്കെ, അപ്പോൾ ഈ വീട് ഇത് ആക്ച്വലി ഒരു വെറൈറ്റി വീടാക്കണം എന്നിട്ട് ചെയ്തതാണ് ഇങ്ങനെയൊന്ന്. പിന്നെ അതിൻ്റെ മോളിക്ക് ഒന്നായിട്ട് ആ ഒരു രീതി ചെയ്തതാണ്. പക്ഷെ ഇതിനകത്ത് അപ്പോഴേക്കും ഹോപ്പി എന്താ പറയുക, കുറച്ച് വില്ലേജസിനായിട്ട് ട്രേഡിങ്, അതായത് ഈ അൺബ്രേക്കിങ് മെൻറ്റിങ് ഒക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ ഇങ്ങനെ അയൺ ഗോൾസ് പോകണമെന്ന് തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയും ഇവിടെ ആയിട്ടൊക്കെ ഇതാക്കി. ഏകദേശം ഇതിനകത്ത് ഒരു 14 വില്ലേജസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തപ്പോൾ ഇതൊരു മിനി അല്ലെങ്കിൽ അത്യാവശ്യം ട്രേഡിംഗ് ഹാൾ പ്ലസ് അയൺ ഫാം എന്ന രീതിയിലായിട്ടുണ്ട്. അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. രാവിലെ ആവുന്ന സമയത്ത് ഇങ്ങനെ ഗോസിപ്പൊക്കെ അടിച്ച് നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇത് അയൺ ഗോൾ സ്പോൺ ആവും, മനസ്സിലല്ലേ? അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. കയറി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉള്ളത്. കണ്ട, ഇതൊക്കെ ഒന്ന് റെഡി ആക്കണത്. ഇത് ഈ ഒരു വയൽ ലെവലിൽ ഉണ്ടായിരുന്നത്, ഈ ചെസ്റ്റൊക്കെ ഇരിക്കുന്നില്ലേ, ഈ വയൽ ലെവലിലായിരുന്നു ഈ സാധനം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പൊളിച്ച് നമ്മൾ താഴെ വരെ എത്തിച്ച്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടിങ്ങനെ മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ മുകളിലും നമുക്ക് അതിനായിട്ടുള്ള കുറച്ച് ഏരിയസ് ഉണ്ട്. ഇതൊക്കെ ബട്ടൺസ് ഇവിടെ വെച്ച് അയൺ ഗോല ഇവിടെ നിന്ന് സ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും വെക്കണം അല്ലേ, ഇവിടെയും ബട്ടൺ വെക്കണം. അപ്പോൾ ഇവിടെയും ഇനി അയൺ ഗോളിൽ നിന്ന് സ്പോൺ ആവില്ല. ആൻഡ് ഇത്ര വലിയൊരു ഹോൾ എന്തിനാ വെച്ചാൽ എലൈറ്റർ ഇട്ടുകൊണ്ട് ഇങ്ങനെ പറന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇനി അവിടെ ഒരു വീട് വരും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫാംസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഒരു ചെറിയ ബ്രിഡ്ജ് അങ്ങോട്ട് കണക്ട് ചെയ്ത്, അറിയാലോ ഒരു ബ്രിഡ്ജൊക്കെ വന്നാലാണ് ഒരു വൈബ് കിട്ടത്തുള്ളൂ. എന്തിനാണ് അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടാ, സെറ്റ് പൊളി. പിന്നെ ഈ പോർട്ടൽ ഇവിടുന്ന് മാറ്റണം. പോർട്ടൽ ഇവിടുന്ന് മാറ്റിയിട്ട് വേറെ എങ്ങോട്ടേലും കൊണ്ട് നോക്കണം. ഇതിപ്പോൾ ഈ ഏരിയ ഫുള്ള് ടിൽറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ അധികം നല്ല ബിൽഡൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായി? അപ്പോൾ അവിടെ ഇവിടേക്കൊക്കെ ഒരു ബേസ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ അത് നമ്മൾ എലവേറ്ററൊക്കെ കിട്ടി. അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് പറക്കലേ ഉണ്ടാകത്തുള്ളൂ. ആ എലവേറ്റർ ഒന്നും നമ്മൾ യൂസ് ചെയ്യൂല. ഈ അയൺ ഗോലൊക്കെ ഇഷ്ടം പോലെ സ്പോണുണ്ട് കേട്ടോ. നല്ല എഫിഷ്യൻ്റ് ആണ് ഈ ഒരു ഇത്. 10 വില്ലേജസ് രാവിലെ ആകുമ്പോൾ ചുമ്മാ കിടന്ന് സംസാരിച്ച് പൊക്കോളും. 14 12 13 എത്ര ആണ്. ഒരു 2 വില്ലേജസും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു സെക്ഷനും കൂടി ഉണ്ടാക്കാൻ പറ്റും. അതായത് 5 വില്ലേജസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫാം ഉണ്ടാക്കാം. സോ ഇപ്പോൾ രണ്ട് ഫാമാണ് ഉണ്ടാക്കുന്നത് 10 പേർക്ക് വേണ്ടിയിട്ട്. ബാക്കി 2 പേരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സെറ്റാക്കാം. സോ ആ അയൺ ഫാം ഇവിടെ സെറ്റായിട്ടുണ്ട്. വെരി നൈസ് പ്രോഗ്രസ്, അത്യാവശ്യം നല്ല പ്രോഗ്രസ്. ഈ ഗോൾഡിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ടുവരുന്നു കേട്ടാ. ഗോൾഡ് ഉണ്ട്, കുക്ക് ചെയ്യാനായിട്ടൊന്നും ഇല്ല. ഫർണസ് ഇല്ല. കോബിൾ സ്റ്റോൺ ഉണ്ട്. എന്ത് വച്ചുണ്ടാക്കണ്ട കേട്ടാ, പേടിക്കൂല. അങ്ങനെയൊന്നും ഗോൾസാൻഡ് കണ്ടിരുന്ന വാലി കണ്ടിരുന്ന അവിടെ കണ്ടതുപോലെ എന്നാ അങ്ങനെ കൊണ്ട് കാര്യമില്ല, കറക്റ്റ് കിട്ടണ്ടേ. ഓടാ അടിക്കടാ പന്നി, അടിക്കടാ ധൈര്യണ്ടെങ്കിൽ അടിക്കടാ, അടിക്കടാ പന്നി അടിച്ചാണ്ട് ഒന്നും തരില്ല. സോൾസ് ആൻഡ് വാലി എവർറാ മിനി മാപ്പ് ഉണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാടാ.
ശരിയാ. we have free cam bro. അതിനെ കുറിച്ച് ഞാനും മണ്ണി സാധനൊക്കെ ഉണ്ടോ? കറക്റ്റ് എന്തൊക്കെയാണ് നടക്കുന്നേ? കറക്റ്റ് അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ്. അല്ല താഴത്തേക്ക് ചാടേണ്ടടുത്തൊന്നും താഴെ തന്നെ ചാടണ്ടേ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ശരിയാ ശരിയാ. യു ആർ സ്മാർട്ട്. അങ്ങോട്ട് പോവാൻ എന്റർപോൾ ഉണ്ട്, തിരിച്ചിങ്ങോട്ട് വരാനും വേണ്ട എന്റർപോൾ. ബ്ലോക്ക് മൈൻഡ് ചെയ്യണം. ശരിയാ ശരിയാ. യു ആർ അഗൈൻ സ്മാർട്ട്. അല്ല ഇവനല്ലേ എടാ ഇത് വർക്ക് ആവൂലല്ലേ? അതല്ലേ പറഞ്ഞ അതിനെ വിശ്വസിക്കുന്ന കത്തോന്നു. ഇതല്ലേ സോൾ സാൻഡ്? യെസ്. ഒറ്റൊന്നും ഉണ്ടാവില്ല കേട്ടാ. എടാ 3 മണിയാടെ ഞാൻ എണീച്ചത് മാത്രമേ ഓർക്കണോളൂ. ഇതാണ് മൈൻക്രാഫ്റ്റ്. Absolutely yes, you are smart. ഹോപ്പി എനിക്ക് ഇവന്റെ ലൊക്കേഷൻ അറിയാടാ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പൂച്ചേനെ വളർത്തിയത്. പൂച്ചേനെ വളർത്തിയിട്ട് ഒരു ദിവസം നോക്കുമ്പോ പൂച്ചേനെ കാണാനില്ല. നോക്കുമ്പോ ഉണ്ട് മറ്റേ മീനിന്റെ ടാങ്കിൽ പോയി കിടക്കും. മീനിന്റെ ടാങ്കിലോ? ആഫ്രിക്കൻ മൊയ് ഇല്ലേ? ആഫ്രിക്കൻ മൊയ് ഇല്ലേ? ആഫ്രിക്കൻ മൊയ്, മുഷി എന്നൊക്കെ പറയും, ക്യാറ്റ് ഫിഷ്. അതുണ്ട് ഏകദേശം ഒരു 3 അടി ഹൈറ്റില് വലുപ്പത്തില്. അതിന്റെ ടാങ്കിൽ പോയി കിടക്കും. ഞാൻ വിചാരിച്ചാൽ എന്നെ തിന്നില്ല. അവിടെ കിടന്ന് മ്യാവെന്ന് വിളിക്കുന്നു നോക്കിയിട്ടില്ല. വിളിച്ചെടുത്തോണ്ട് വന്ന് ഇല്ല. ഇനി പൂച്ചയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അമ്മ പൂച്ചേനെ നോക്കും, എന്നെ നോക്കൂല. അവസാനം ഞാൻ പട്ടിണിയാവും. ഞാൻ അവസാനം പട്ടിണിയാവും. ആ പേടിയുള്ളത് കൊണ്ട് പൂച്ച തൽക്കാലം വീട്ടിലില്ല. തോജി ഇതൊന്നും ഇവിടുന്ന് ചാടി ഞാൻ ചാവോ? അവിടെ ഒന്നും കാണുന്നില്ല. സ്ക്രീൻ ഷെയർ നോക്കടാ മോനെ. ഇല്ല ചാവൂല 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 ചാവൂല. ഫോട്ടോ വെച്ചിട്ട് അതില് ഇരുന്നിട്ട് താഴത്ത് വീഴ്. അങ്ങനെ ചെയ്യാലോ അല്ലേ? ഇന്ന് ഇങ്ങനെ ഇരിക്കണ ബോട്ട് ചാവൂല. ഇത് ആക്ഷൻ സ്റ്റെപ്പ് അല്ല. ഞാൻ ഉറപ്പ് തരികയാണ്, നീ ചാവൂല. നീ അതിന്റെ വഴി ഞാൻ കേറിയ വഴി അത്. കേറിക്കോ, ഞാൻ കേറിയ വഴി അത്. ഓ ശരിയും വിറകെ വിറകെ. റോക്കി try to swim in lava. Congratulations റോക്കി. കണ്ണി വന്നടാ മക്കളെ. മറ്റേ സിനിമ സോളവൻ എത്തിയടാ മക്കളെ. ലാസ്റ്റില് ധീരന് ഹോപ്പി ഫെൽ ഫ്രം. ഹലോ ഏതാ ടൈമിങ് നോക്കണതൊക്കെ.